കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനും ഏകാധിപത്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ UDF നേടിയ വിജയമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയുള്ള ജനവിധിയാണിത്. CPM നേതൃത്വവും അണികളും ഈ ഫലത്തെ കൃത്യമായി വിശകലനം ചെയ്യണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണ്. UDF 5 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചു നിൽക്കുന്നതെങ്കിലും കൂത്തുപറമ്പിലും അഴീക്കോടും നമുക്കറിയാം വളരെ ചുരുങ്ങിയ 1000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിധിയെഴുത്തിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത് അത് പയ്യന്നൂരിലാണ്. തളിപ്പറമ്പ് പോലും അവിടെ 2ാം സ്ഥാനത്താണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയം, ആ വിഷയത്തിൽ CPM അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. വാദിയെ പ്രതിയാക്കി പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചു. എല്ലാ വിഷയങ്ങളിലും CPM-ന്റെ സമീപനം അതായിരുന്നു. ഇപ്പൊ ഏത് കാര്യത്തിലും മെറിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മെറിറ്റിന്റെ അർത്ഥം എന്താണ്? യോഗ്യത. ഒരു കേസാണെങ്കിൽ അതിന്റെ മെറിറ്റ്, ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ മെറിറ്റ്, ഒരു പ്രശ്നത്തിലെ നിലപാടാണെങ്കിൽ അതിന്റെ മെറിറ്റ്. പയ്യന്നൂർ വിഷയത്തിന്റെ മെറിറ്റിനെ മറികടന്ന് പ്രതികളുടെ ഭാഗത്താണ് CPM നിലപാട് സ്വീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അത് തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതികൾ, സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ച് ജയിലിൽ അയച്ച പ്രതികൾക്ക് പാർട്ടി എല്ലാ സംരക്ഷണ കവചവും ഒരുക്കുകയായിരുന്നു. പത്മകുമാറും വാസുവും ജയിലിൽ കിടന്നപ്പോൾ ഏതാണ് കേസിന്റെ ഗൗരവം എന്താണ്? അവരെ ഏൽപ്പിച്ചു? ഉത്തരവാദിത്വത്തിൽ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച സ്ഥലത്ത് നിന്ന് അത് മോഷ്ടിച്ച കേസിലെ പ്രതികളായവരെ പാർട്ടി തലത്തിലും ഗവൺമെന്റ് തലത്തിലും സംരക്ഷിക്കുകയാണ്. അവരെ കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത് ഗവൺമെന്റിന്റെ മനഃപൂർവമായ സഹായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. കുറ്റപത്രം, താൽക്കാലിക കുറ്റപത്രം പോലും നൽകിയില്ല. അതുകൊണ്ടാണ് പ്രതികൾക്ക് സാങ്കേതികമായി ജാമ്യം കിട്ടിയത്. അപ്പോൾ ഒരു വശത്ത് കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു, മറുവശത്ത് കളവും അങ്ങനെയുള്ള പണാപഹരണവും ചൂണ്ടിക്കാട്ടുന്ന യഥാർത്ഥ മാർക്സിസ്റ്റുകാരെ ക്രൂശിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനെതിരെ കുഞ്ഞികൃഷ്ണൻ ആ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറിയില്ല. ഇന്നത്തെ പത്രങ്ങളിൽ ഒരു ഫോട്ടോ കണ്ടു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കടത്തി കൊടുക്കുന്നത്. അദ്ദേഹം അത്രമാത്രത്തെ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. പക്ഷെ തിരിച്ചദ്ദേഹം വരുമ്പോൾ MLA ആയിട്ടാണ്. അതിന് ഞാൻ പയ്യന്നൂരിലെ വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർക്ക്, എന്നെ വിജയിപ്പിച്ച പേരാവൂരിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനേക്കാൾ മുൻകൂട്ടി തന്നെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർ കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ അക്രമ ഏകാധിപത്യ അഹങ്കാര രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പയ്യന്നൂരിൽ നിന്ന് CPM അണികളും അനുഭാവികളും അങ്ങനെ പ്രതികരിച്ചുവെങ്കിൽ ആ പ്രതികരണം ഇവിടെ അവസാനിക്കുന്നില്ല. അതിന് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് KPC ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കണ്ണൂരിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാം. അതിന് തുടർ ചലനങ്ങൾ ഉണ്ടാകും. CPM നേതൃത്വത്തിലും CPM അണികളിലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ശരിയായ രൂപത്തിൽ വിശകലനം ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുത്ത് നടത്തിയത്. ഒന്ന് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക. ജില്ലയിലെ ബോംബ് നിർമ്മാണത്തിന്റെ ഉറവിടം കണ്ടെത്താനും ക്രിമിനലുകളെ കണ്ടെത്താനും പുതിയ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.